Meet the editors. കണക്കുകൾ തെറ്റുമോ എന്നാണ് ചോദ്യം. സ്മൃതി, മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഓട്ടം തെരുവിലേക്ക് പടരുകയാണ്. ആദ്യം സോഷ്യൽ മീഡിയ ക്യാമ്പയിനായിരുന്നു, പിന്നീട് ഫ്ലെക്സി യുദ്ധങ്ങളാണ്, പോസ്റ്റർ യുദ്ധങ്ങളാണ്. ഇപ്പോൾ പരസ്യമായ നേതാക്കൾ പന്തം കൊളുത്തി പ്രകടനത്തിലേക്ക് വരെ എത്തുന്നു. ഒടുവിൽ കണക്കുകൾ തെറ്റുമോ? കണക്ക് ആരുടെങ്കിലുമൊക്കെ തെറ്റുമല്ലോ, കാരണം എല്ലാവർക്കും ഓരോ കണക്കുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയുന്ന പ്രകാരം KC പക്ഷം 40-ലധികം പേര് തങ്ങൾക്കൊപ്പമാണെന്ന് പറയുന്നു. VDക്കാകട്ടെ 35 പേരുടെ പിന്തുണ പറയുന്നു. അപ്പുറത്ത് രമേശ് ചെന്നിത്തല 23 പേരുടെ കണക്കുറപ്പിക്കുകയാണ്. ഇപ്പം എല്ലാം കൂടെ കൂട്ടിയ 63 ഉള്ളൂ, അതിലപ്പുറം ആവില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കണക്ക് ശരിയായിരിക്കാം, ബാക്കി 2 കണക്കും തെറ്റുമായിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചില സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ 1-2 നേതാക്കൾ പിന്തുണച്ച സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ കണക്ക് 2 പേരും ഒരുപോലെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ ആരുടെ കൂടിയാണ് നിന്നതെന്ന്. ഇതിൽ ഒരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ നിരീക്ഷകരുടെ അടുത്ത് രഹസ്യമായിട്ട് MLA-മാർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുടെ ദീപാദാസ് മുൻഷിയെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് MLA-മാർ അവരുടെ അഭിപ്രായം പറഞ്ഞത്. രാവിലെ മുതൽ ആ ദൃശ്യങ്ങളായിരുന്നല്ലോ. പിന്നെ നമ്മൾ കേട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, VD സതീശൻ താൻ മുഖ്യമന്ത്രിയല്ല എങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന് നിരീക്ഷകരോട് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. VD സതീശന്റെ നിലപാട് അത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് പറയേണ്ടി വന്നാൽ അത് ഹൈക്കമാൻഡിനോടാണ് പറയുക. ആ രീതിയിലുള്ള വാർത്തകളും ഒരു വസ്തു വരുന്നുണ്ട്. ഓരോ വിഭാഗവും അവർക്ക് അനുകൂലമായ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെ കൃത്യമാണ് എന്നറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ അവസാന ഫലത്തിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ നടന്നിട്ടുള്ള ഇന്നത്തെ ഒരു കാര്യം. ഇന്നിപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം, മാത്യു കോൾനാടൻ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ നിലപാട് പറയേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം പറയുകയാണ്. ആ പറഞ്ഞ രീതിയും നമുക്ക് അറിയാം. ഈ മത്സരത്തിൽ ഒരു നേതാവിനെ പിന്തുണയ്ക്കുന്ന ഭാഗത്താണ് മാത്യു കോൾനാടൻ നിൽക്കുന്നത്. അപ്പോൾ മാത്യു കോൾനാടൻ ഇതിൽ ലീഗ് എടുത്ത നിലപാടിനോട് നല്ല അമർഷമുണ്ട്. ആ അമർഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കാണുന്നു. പക്ഷേ ചില കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിലെ ചില കാര്യങ്ങളും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ചില കാര്യങ്ങളും മാത്യു കോൾനാടൻ മറക്കരുത് എന്നുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മുന്നണിയിലെ 2ാം കക്ഷിയാണ് ആ നിലപാട് പറഞ്ഞിരിക്കുന്നത്. അത് പരസ്യമായി പറയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടായിരിക്കാം പരസ്യമായി പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ സാധാരണഗതിയിൽ ലീഗ്, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ, അങ്ങനെ ഒരു പ്രതികരണം സാധാരണഗതിയിൽ നടത്താറില്ല. ഒരു അസാധാരണ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ എന്ന സംശയത്തിലായിരിക്കണം ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക. നമുക്കറിയാവുന്നതുപോലെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് KC വേണുഗോപാലിനാണ്. പാർട്ടി പിടിച്ചിട്ടുണ്ട് KC വേണുഗോപാൽ ഈ തിരഞ്ഞെടുപ്പ് മുന്നേ തന്നെ. ആ നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും KC വേണുഗോപാലിന് ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. KC വേണുഗോപാലിന് താല്പര്യമുള്ളവരുടെ പേരുകളാണ് വന്നത്. നമ്മളന്ന് സ്ഥാനാർത്ഥി നിർണയത്തിന് സമയത്ത് നമ്മൾ ആ പേരുകൾ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ KCക്കാണ് അതിൽ ഏറ്റവും മേൽക്കൈ എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. പക്ഷേ തിരഞ്ഞെടുപ്പാനന്തരം ആ കണക്കുകൾ അതേപടി അങ്ങനെ നിൽക്കുന്നുണ്ടോ എന്ന സംശയമാണ് വരുന്നത്. അതിൽ പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ചിലത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി VD സതീശൻ നടത്തിയ ശ്രമങ്ങൾ, അതിൽ ചില സഭാ നേതൃത്വങ്ങൾ എടുത്ത നിലപാട്, അതൊക്കെ തന്നെയും പ്രധാനമാണ്. അതിൽ ലത്തീൻ സഭയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ജയിപ്പിച്ച MLA-മാർക്ക് അവരോടെടുത്തിരിക്കുന്ന സമീപനം, അതിൽ ഒരു ചില കാര്യങ്ങളും കൂടി മറിയുന്നുണ്ട്. അതായത് നേരത്തെ KCക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതിയ ചില പേരുകളെങ്കിലും ആ നിലയ്ക്ക് മറിയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അത്തരം പേരുകളിലേക്കൊന്നും പോകുന്നില്ല, സാധ്യത മാത്രം കൽപ്പിക്കുകയാണ്. ഇനി ഞാൻ ഈ ലീഗിൻ്റെ കാര്യത്തിൽ പറയുകയാണ്. നോക്കൂ, ഈ MLA-മാർ പലയിടത്തും കോൺഗ്രസിൻ്റെ MLA-മാർ വിജയിച്ചത് ലീഗിൻ്റെ ശക്തമായ പിന്തുണയോട് കൂടി മാത്രമാണ്. അതല്ല എങ്കിൽ പരാജയം സംഭവിക്കുമായിരുന്നു. തവനൂരിൽ കാലങ്ങൾക്ക് ശേഷം അവിടെ KT ജലീലിനെ അട്ടിമറിച്ച് VS ജോയ്ക്ക് വിജയിക്കാനായത് ലീഗിന്റെ ബലത്തിലാണ്. 14,647 വോട്ടിന്റെ ഭൂരിപക്ഷം. അത് VS ജോയ്ക്ക് അത് കൃത്യമായിട്ട് അറിയാം. VS ജോയ് അത് നന്ദിയോടെ സ്മരിക്കുന്ന ആളുമാണ്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിച്ചതും ലീഗിന്റെ വലിയ പിന്തുണയിലാണ് എന്ന കാര്യം മറക്കരുത്. അങ്ങനെ പല മണ്ഡലങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ശശി തരൂർ പങ്കുവെച്ച കേരള സ്റ്റോറി എന്ന അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തവനൂരിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുകയാണ്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ കളമശ്ശേരിയിൽ അബ്ദുൽ ഗഫൂറിനെ തിരഞ്ഞെടുക്കുകയാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെ തിരഞ്ഞെടുക്കുകയാണ്.
അങ്ങനെ ഒരു സെക്യുലർ തെരഞ്ഞെടുപ്പ് വിധിയാണ് ഈ തവണ ഉണ്ടായിട്ടുള്ളത്. അതാണ് നമുക്കറിയാവുന്ന പോലെ വലിയ രീതിയിൽ വാദങ്ങൾ ഉന്നയിക്കാൻ ഇവിടുത്തെ മതവാദികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സാമുദായിക നേതാക്കൾക്ക് കഴിയാൻ പറ്റാത്ത വിധത്തിൽ അതൊരു മനോഹരമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുകയും സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അത് വളരെ മനോഹരമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയാണ് ആ 102 എന്ന കണക്കിലേക്ക് എത്തിയത്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്യു കൊൾനാടൻ ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ, ചരിത്രത്തിൽ പോയാൽ AI ഗ്രൂപ്പിന്റെ യുദ്ധകാലത്ത് കെ കരുണാകരൻ രാജിവെക്കുകയാണ്. അന്ന് MLA ആകാത്ത ആന്റണിയെ ഐ ഗ്രൂപ്പ് നിർദ്ദേശിക്കുകയാണത്. അതിൽ MLA മാരുടെ പിന്തുണയോടുകൂടിയല്ല ആന്റണി നിർദ്ദേശിക്കപ്പെട്ടത്. അത് ജനവികാരത്തിന്റെ പുറത്താണ്. അന്ന് ലീഗിന്റെ ശക്തി കേന്ദ്രമായ തിരൂരങ്ങാടിയിലാണ് AK ആന്റണിയെ നിർത്തിയിട്ടുള്ളത് എന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇത്തരം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു സെക്യുലർ വിധി വരുന്ന ഘട്ടത്തിൽ ആ സെക്യുലർ വിധിയെ മറികടക്കുന്ന രീതിയിലുള്ള തർക്കങ്ങൾ നീണ്ടുപോകുന്നത് അങ്ങേയറ്റം മോശമായ കാര്യമാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ CPIM ആരെയാണ് എതിരാളിയായി കണ്ടിരുന്നത്? പ്രതിപക്ഷ നേതാവിനെ നുണേശൻ എന്ന പേര് വിളിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് CPIM തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉടനീളം നടത്തിയിട്ടുള്ളത്. അതിലപ്പുറത്ത് മറ്റൊരു നേതാവിലേക്കും കേന്ദ്രീകരിക്കുന്ന പ്രചരണങ്ങളോ പ്രതികരണങ്ങളോ നമ്മൾ നേതാക്കളിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എതിരാളി അതിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. അത് പ്രതിപക്ഷ നേതാവായതുകൊണ്ട് മാത്രമല്ല, CPIM ഉന്നയിക്കുന്ന വാദങ്ങളെ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും അല്ലെങ്കിൽ ശക്തമായ മറുപടികൾ നൽകുകയും ചെയ്യുക എന്ന രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടുകൂടിയാണ്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയവുമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വിഷയത്തിൽ കൃത്യമായി പുറത്തു പ്രതികരിക്കുകയും നമുക്കറിയാവുന്ന പോലെ കാന്തപുരത്തിൻ്റെ പരിപാടിയിൽ അന്ന് പിണറായി വിജയനെ വിമർശിക്കുകയൊക്കെ ചെയ്ത് വലിയ രീതിയിൽ സെക്യുലർ വോട്ടുകൾ കിട്ടാൻ ഇടയാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമല്ല യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഇവിടെ ഒരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയതും ഇടത് സർക്കാരാണെന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കൃത്യമായി പ്രതികരിച്ച നേതാവ് ആണ് എന്ന ചോദ്യം, ആ ചോദ്യത്തിൽ അതിൽ ഒരൊറ്റ നേതാവിൻ്റെ പേര് മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി ഇന്നലെ വെള്ളാപ്പള്ളിയും അതോടൊപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഞങ്ങളുടെ പിന്തുണ ആർക്കാണെന്ന് പറയുമ്പോൾ ആ പിന്തുണ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, ആ പിന്തുണ ഇല്ലാത്തതാണ് നല്ലത്. ആ പിന്തുണ ഇല്ലാതെ തന്നെ ഇവിടെ ജനവിധി UDF അനുകൂലമാക്കി എന്ന രൂപത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നത്. അങ്ങനെ പല കാരണങ്ങളാൽ ഈ തെരഞ്ഞെടുപ്പ് വിധി വ്യത്യസ്തമാകുമ്പോൾ ഇങ്ങനെയൊരു നിലപാടാണോ വേണ്ടത് എന്നൊരു ചോദ്യം. അപ്പുറത്ത് KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഇനി 2 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് സാഹചര്യം ഒരുക്കിയാൽ അതിന്റെ വിധി എന്താകുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ച് അത് BJP-യിലേക്ക് പോയി എന്നുള്ളത് CPM ആവർത്തിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. KC വേണുഗോപാൽ ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ചു, ലോക്സഭാ സീറ്റിലേക്ക് എത്തി. ഇനിയിപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യം വരുമ്പോൾ അതിലൊരു പ്രതികരണം വരുമ്പോൾ നോക്കി, ഇവിടെയൊക്കെ ഒരു കൗതുകരമായ കാര്യം, KC വേണുഗോപാൽ അങ്ങനെ മുഖ്യമന്ത്രിയായി വരുന്നതിനെക്കുറിച്ച് CPM-ൽ നിന്നും ഒരു പ്രതികരണവും വരുന്നില്ല. CPM-ന് VD സതീശൻ എന്നൊരൊറ്റ ശത്രുവാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് കൂടി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് CPM അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കോൺഗ്രസ് ആൻഡ് ലെജിസ്ലേറ്റീവ് പാർട്ടി തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയല്ലേ? CPM അഭിപ്രായം പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്തും ഒരൊറ്റ നേതാവിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പ്രചാരണം എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അത് ഏതൊക്കെ രൂപത്തിലേക്ക് മാറി എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അത് സമൂഹ മാധ്യമങ്ങൾ വഴിയും നേതാക്കളുടെ പ്രതികരണങ്ങൾ വഴിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രതികരണങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു നേതാവിനെ മാത്രം ലക്ഷ്യമിടും, ആ നേതാവ് വളർന്നുകൂടാ എന്ന രൂപത്തിലാണ് ആ പ്രതികരണം വന്നിട്ടുള്ളത്. അപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു അസാധാരണ സാഹചര്യം ഇവിടെയുണ്ടോ? ഇല്ല. ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു വിധി 102 എന്ന വലിയ ഭൂരിപക്ഷത്തിന് എന്ന അക്കം കിട്ടുമ്പോൾ എന്തിനാണ് 2 ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് വഴിതെളിക്കുന്നത്? ഇനി MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിൽ KC വേണുഗോപാൽ കൂടി ഉണ്ടല്ലോ. അങ്ങനെ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ നമ്മുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉപരിയായി തന്നെ KC വരട്ടെ കേരളത്തിലേക്ക് എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ വിശദീകരണം ഹൈക്കമാൻഡ് നൽകേണ്ടി വരും. അതല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവികതയിൽ പ്രതിപക്ഷ നേതാവിലേക്കാണ് അത് പോകേണ്ടത് എന്നുള്ളതാണ്. ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കിനി ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ അതിൽ ഘടകകക്ഷികളുടെ നിലപാട് കൂടി പ്രധാനമാകും. ഘടകകക്ഷിയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കും. നമ്മളിപ്പോൾ പുറത്തേക്ക് കേൾക്കുന്ന പരസ്യമായ പ്രതികരണം അത് നമുക്ക് ഇപ്പോൾ ലീഗിന്റെ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ മറ്റു ഘടകകക്ഷികളും VD സതീശൻ എന്ന പേരിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കണക്കുകൂട്ടലുകൾ തെറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ പോര് തുടരുകയാണ്, തെരുവിലേക്കത് പടരുകയാണ്. ആന്റോ ഗസ്റ്റൺ, കണക്കുകൂട്ടലുകൾ തെറ്റുമോ? കണക്കുകൂട്ടലിൽ നേതാക്കന്മാരെല്ലാം മനസ്സിലുണ്ട്. ആര് മുഖ്യമന്ത്രിയാകുന്നു നേതാക്കന്മാർക്കെല്ലാം അറിയാം. പക്ഷേ മീഡിയകളുടെ മുന്നിൽ വന്നിട്ട് നാടകം കളിച്ചിട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്.
ഞാൻ ഇന്ന് മുദ്രാവാക്യം കേൾക്കുന്നത് ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ എവിടെ പോയി? മുദ്രാവാക്യം വിളിക്കുന്നത് അങ്ങനെയാണ്. എന്താണ് പോരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെ ആകെ നയിച്ചവരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഓരോ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് ഇത് നടക്കുന്ന അവരവർക്ക് വേണ്ട അല്ലെങ്കിൽ അവരവർക്ക് പിന്തുണയുള്ള സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഇരിക്കൂരൊക്കെ ഞാൻ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്ലാൻഡായിട്ട് ഓപ്പറേഷൻ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കറക്റ്റായി ഏതൊക്കെ ഫ്ലെക്സുകൾ എങ്ങനെയൊക്കെ ഒട്ടിക്കണമെന്നും ഏതൊക്കെ ബാനറുകൾ എങ്ങനെയൊക്കെ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കത് പരിപാടിയിൽ കണ്ടാൽ തന്നെ അറിയാം. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ ഇലക്ഷൻ തുടങ്ങിയ സമയങ്ങളിൽ ഈ മുഖ്യമന്ത്രി ചർച്ച വലിയ രീതിയിൽ മുന്നോട്ട് വച്ചാണ്. അത് ഇടതുപക്ഷമാണ് മുന്നോട്ട് വെച്ചത്. കേരളത്തിൽ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വലിയ അടി നടക്കും എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അന്നെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ നേതാക്കന്മാരും കേട്ടോ ഐക്യകണ്ഠേന ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ളതാണ്. ആ പറയുന്ന സമയത്തും കെ സി വേണുഗോപാൽ തന്നെയാണല്ലോ ഡൽഹിയിൽ ഹൈക്കമാൻഡിൻ്റെ AICCയുടെ ജനറൽ സെക്രട്ടറി ആയി നിൽക്കുന്നത്. ഒരു മാറ്റമില്ല. അന്നും AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ്. പക്ഷേ ആര് തീരുമാനിക്കും? ഹൈക്കമാൻഡിക്കും. കോൺഗ്രസ്സിന് AICCക്ക് പണ്ട് കാലങ്ങളിൽ തുടങ്ങിയ ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ആ കാര്യം അനൗൺസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. നിങ്ങൾ ഇപ്പോൾ തെലങ്കാനയിൽ നോക്കിയാലും കർണാടകയിൽ നോക്കിയാലും കേരളത്തിൽ നോക്കിയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. AICC പ്രസിഡന്റ് പ്രഖ്യാപിക്കും. അപ്പം ഇതിനേക്കാളും വലിയ അടി നടന്നതാണ് കർണാടകയിൽ അല്ലേ? സിദ്ധരാമയ്യയും DK ശിവകുമാറും 2.5 വർഷം കഴിയുമ്പോൾ മാറിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് സിദ്ധരാമയ്യ വരുന്നത്. DK ശിവകുമാർ മാറിക്കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3.5 വർഷം 4 വർഷം കണ്ടാവാനായി. മാറിക്കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം ആ സംവിധാനം എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. AICC എന്താ ചെയ്യുന്നത്? AICC അവിടുന്ന് 2 നിരീക്ഷകരെ അയക്കുന്നു. അവർ വന്ന് ഓരോ MLA മാരോടും ചോദിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഈ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ A ഗ്രൂപ്പും I ഗ്രൂപ്പും BD ഗ്രൂപ്പും KC ഗ്രൂപ്പും RC ഗ്രൂപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ പാർട്ടീനെ 102 സീറ്റിലേക്ക് എത്തിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. ടീം UDF എന്ന് പറയുന്നത് ആരാണ്? ടീം UDF എന്ന് പറയുന്നത് VD സതീശൻ തന്നെയാണ്. കേരളത്തിൽ ഈ വിജയം നയിച്ചത് VD സതീശനല്ലേ എന്നും നിങ്ങളല്ലേ നേതൃത്വം കൊടുക്കുന്നതെന്നും ചോദിക്കുന്ന സമയങ്ങളെല്ലാം ആരാണ്? ടീം UDF എന്നാണ് പറയുന്നത്. ആ സമയത്ത് കെ സി വേണുഗോപാൽ വിട്ടു നിന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം പൂർണ്ണമായി കെ സി വേണുഗോപാൽ കേരളത്തിലുണ്ട്. ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം കെ സി വേണു ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല, ഇടപെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പല യുവ MLA-മാർക്ക് സീറ്റ് കിട്ടാനുള്ള കാരണവും കെ സി വേണുഗോപാൽ തന്നെയാണ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് വെച്ചോളൂ. 2 വിഭാഗത്തിന് വെട്ടി പകുതി ആൾക്കാർക്ക് ഇവിടെയും പകുതി ആൾക്കാർക്ക് അവിടെയും സീറ്റ് കൊടുക്കും എന്നുള്ളത് എനിക്ക് അപ്പുറമൊന്നും നടക്കാനില്ല. നടന്നത് എങ്ങനെയാണ്? എല്ലാത്തിനും മോണിറ്ററിങ് ഉണ്ടായിരുന്നു. ഇത് ജയിക്കുമോ തോക്കുമോ 102 സീറ്റിലാണ് അധികാരത്തിൽ വന്നേക്കണം കേട്ടോ, ചെറുതല്ല. ജയിക്കുമോ തോക്കുമോ അതെന്തുകൊണ്ടാണ് നോക്കാൻ കാരണം അവിടെ കെ സി വേണുഗോപാൽ എന്നൊരു നേതാവാടി ഉള്ളതുകൊണ്ടും ആൾക്കാർക്ക് ഇവിടെ മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഈ നേതാക്കന്മാർ ഇപ്പം കർണാടകയിലെയോ തെലങ്കാനയിലെയോ ആന്ധ്രയിലെയോ ഒരു നേതാവിൻ്റെ കൊണ്ടു കൊടുത്താൽ ചിലപ്പോൾ അത് കറക്റ്റായി മനസ്സിലായിക്കോണമെന്നില്ല AICC നേതാക്കന്മാർക്ക്. അതുകൊണ്ട് അവിടെ പരാജയം കുറച്ചും കൂടെ കൂടുതലാണ്. കാരണം അവിടുത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള ഒരു ലിസ്റ്റാണ് ശരിക്കും കേന്ദ്രത്തിൻ്റെ കയ്യിൽ കിട്ടുക. പക്ഷേ ഇവിടെ അത് നടന്നില്ല. ഇവിടെ നടക്കാത്തതിന് കാരണം എന്താണ്? അവിടെ നിന്ന് കെ സി വേണുഗോപാലിന് കറക്റ്റ് ഏത് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നുള്ള ധാരണയുള്ളതുകൊണ്ട് കുറേ വെട്ടി പുതിയ ആൾക്കാർ വന്നു. അപ്രത്യക്ഷമായിട്ട് ഏകദേശം 30-35% സ്ഥാനാർത്ഥികൾ വന്നു കേരളത്തിൽ എന്നുള്ളതാണ്. കാരണം എന്താ? 22 സീറ്റിൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിൽ MLA ഉണ്ടായിട്ടുള്ളൂ. ബാക്കി വരുന്ന ഏകദേശം 90ഓളം സീറ്റിൽ മുഴുവൻ വന്നത് എങ്ങനെയാണ്? മുഴുവൻ വന്നതും അതിനകത്തൊരു 30% വന്നതും കേന്ദ്രത്തിൻ്റെ നിലപാട് കൊണ്ടാണ്. ആ സീറ്റുകളെല്ലാം തന്നെ ജയിച്ചു എന്നുള്ളത് കൊണ്ടും കെ സി വേണുഗോപാൽ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, വേറൊരു കാര്യം എന്താണെന്ന് പറയുക, 80 മണ്ഡലത്തിൽ 85 മണ്ഡലത്തിൽ എങ്ങാണ്ടാണ് കെ സി വേണുഗോപാൽ പ്രചരണം നടത്തിയത്. ഇലക്ഷൻ്റെ സമയത്ത് 85 മണ്ഡലം കണ്ട് നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പണം കൊണ്ടുവന്നത് കെ സി വേണുഗോപാലല്ലേ? മനസ്സിലായി? അപ്പം അത് മാത്രമാണ് എനിക്ക് തോന്നുന്നു തെലങ്കാന മുഖ്യമന്ത്രി വലിയ രീതിയിൽ നമ്മളിവിടെ ഈ ഇലക്ഷൻ്റെ സമയത്ത് വലിയ രീതിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ചത് തെലങ്കാന മുഖ്യമന്ത്രിനെയാണ്. ഏകദേശം 5-6 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തു. കാരണം പിണറായി വിജയനെതിരെ ഡാഷ്മോനെ പരാമർശം വന്നതും പരാമർശം വന്നതും ഒക്കെ ആരുടെ കെ സി വേണുഗോപാൽ. കാരണം ഒരു ദിവസങ്ങൾ ഇലക്ഷൻ്റെ അടുത്ത ദിവസങ്ങളിലെല്ലാം തെലങ്കാന മുഖ്യമന്ത്രിയിലേക്ക് ചുരുങ്ങി കേരളം. 2-3 ദിവസം ചർച്ച ചെയ്ത് തെലങ്കാന മുഖ്യമന്ത്രിയിലേക്കാണ്. അതെന്തുകൊണ്ടാണ്? അത് കെ സി വേണുഗോപാൽ ഇവിടെ വന്നുകൊണ്ടാണ്. ഒരു AICC ജനറൽ സെക്രട്ടറി ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടക്കം മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് കേരളത്തിൽ നിന്നുള്ളപ്പോൾ അതുകൊണ്ടാണ്. DK ശിവകുമാർ അങ്ങനെയാണല്ലോ. എത്ര ദിവസമാണ് കേരളത്തിൽ നിന്നത്?
കേരളത്തിൽ സ്വാധീനിക്കാൻ പറ്റിയ രണ്ട് മുഖ്യമന്ത്രിമാരാണ്. ഒന്ന് ഉപമുഖ്യമന്ത്രിയും DK ശിവകുമാറും, ഒന്ന് ഈ പറയുന്ന രേവന്ത് റെഡ്ഡിയും. അപ്പോൾ രണ്ടുപേരെയും കേരളത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റിയ എന്തുകൊണ്ടാണ് ഈ പറയുന്ന KC വേണുഗോപാലുണ്ട്. അപ്പം ഇത് എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയാം. രമേശ് ചെന്നിത്തല കേരളത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അവരുടേതായ ശൈലിയിൽ ഇപ്പോൾ നമ്മളോട് തന്നെ ഓരോ വാർത്ത പോകുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ പോകുന്നത്, രമേശ് ചെന്നിത്തല ചോദിച്ചിട്ട് KC വേണുഗോപാൽ VD സതീശൻ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? അവർക്കെല്ലാം എങ്ങനെയെങ്കിലും തിരിച്ച് അധികാരത്തിൽ വരണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരാൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്താണ്, ഞാൻ ഇപ്പോൾ നോക്കുമായിരുന്നു, ഈ അശോക് ഗെഹ്ലോട്ട് മാറിയതിന് ശേഷമാണല്ലോ KC വേണുഗോപാൽ കേന്ദ്രത്തിൽ വരുന്നത്. ACC ജനറൽ സെക്രട്ടറി 2019 ഇലക്ഷൻ നടക്കുന്നത്, ഏത് പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ KC വേണുഗോപാൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പാർലമെൻറ്റ് ഇലക്ഷനാണ് 2025 നടക്കുന്നത്, 24 നടക്കുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവ് ഇല്ല കേട്ടോ കേന്ദ്രത്തിൽ. അശോക് ഗെഹ്ലോട്ട് KC വേണുഗോപാൽ കയറുന്ന സമയത്ത് വലിയ തോൽവി കോൺഗ്രസിന് സംഭവിച്ചതിന് ശേഷം ആ ബാറ്റൺ എടുക്കുന്ന ആളാണ് KC വേണുഗോപാൽ. അതിനുശേഷം വരുന്ന ആദ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് 2025 പാർലമെൻറ്റ് ഇലക്ഷനാണ്. അതിനകത്ത് 240 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണിയെ കൊണ്ടുവന്നു. 200 പ്രതിപക്ഷ നേതാവുണ്ട്. കാരണം 47 സീറ്റ് കോൺഗ്രസിന് കൊടുത്തു. കാരണം ഇന്ത്യ മുന്നണി വരുമ്പോൾ 240ലേക്ക് അഡീഷണൽ ആയിട്ട് കൊണ്ടുവരും. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പിന്നാമ്പുറപ്പ് എന്താണ്, മുന്നണി പോരാളിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധിനെ പിന്നെ പ്രതിപക്ഷ നേതാവാക്കുകയും ചെയ്തു ഇന്ത്യയിൽ പാർലമെൻറ്റിൽ. അപ്പം അത്രയും ആ പാർട്ടിനെ ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും എന്തുകൊണ്ട് തോറ്റു? ഇപ്പം KC വേണുഗോപാൽ വന്നതിന് ശേഷം തോറ്റ സംസ്ഥാനങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രൂപ്പിസത്തിന് മേലെ ഇടപെടാൻ പറ്റത്തില്ല. ഇപ്പോൾ കർണാടകയിൽ KC വേണുഗോപാൽ കുറച്ചും കൂടെ ഇടപെടാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഒന്നും അങ്ങനെ പോയി ഇടപെടാൻ പറ്റുന്ന സാഹചര്യം സത്യം പറഞ്ഞാൽ ഇല്ല. അവിടെ കമൽനാഥ് എന്നൊക്കെ പറയും, തോൽപ്പിച്ച കമൽനാഥൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത ആൾക്കാരാണ്. കേരളത്തിൽ ഡിസിഷൻ കൂടെ അവിടെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാലിന് കഴിവില്ല, പ്രാപ്തിയില്ല എന്നൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. അപ്പം ശക്തമായി എല്ലാവരുടെയും ഡിസിഷൻ്റെ ഭാഗമായിട്ടും എല്ലാവരുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു. അതിനുശേഷം മുഖ്യമന്ത്രി തീരുമാനിച്ചു. ഇപ്പം ഞാൻ പറയുന്നത് ഈ ഒരു 3 മാസം മുന്നേ നമ്മളിത് പറയുകയാണെന്ന് നോക്കുക, ഈ സോഷ്യൽ മീഡിയ അറ്റാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആരാ ചെയ്തിട്ടുണ്ടാവുക? CPM ആരും ചെയ്തിട്ട് ഇടതുപക്ഷമാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് പറയുക. എന്തൊരു സൈബർ അറ്റാക്കാണ് സ്വന്തം പാർട്ടി നേതാക്കന്മാർക്കെതിരെ നടക്കുന്നതെന്നറിയോ? നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഗംഭീരമായ സൈബർ അറ്റാക്കുകളാണ്. ഈ ഇലക്ഷൻ്റെ ഭാഗത്തിന് ഇത് വേറെ ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് കോൺഗ്രസ്സുകാരും ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്? കാരണം ഇതിനകത്ത് CPM-നോ BJP-ക്കോ റോളില്ല. ഇതിനകത്ത് റോള് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അവരുടെ മുഖ്യമന്ത്രിയെ ആര് തിരഞ്ഞെടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇത് ജനാധിപത്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ സൈബർ അറ്റാക്കിൻ്റെ അങ്ങേയറ്റമാണ് നടക്കുന്നത്, അങ്ങേയറ്റം. അപ്പം ഞാൻ വിചാരിക്കുന്നത് 3 നേതാക്കന്മാർക്കും അവരുടേതായ കഴിവും പ്രാപ്തിയും അതിനെ ഹൈക്കമാൻഡ് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജനം വിജയം തന്നല്ലോ നേതാക്കന്മാർ. ഇപ്പം നമ്മൾ ഇതെന്ത് പറഞ്ഞാലും ഇത് കേരളത്തിലെ ജനങ്ങളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല കേട്ടോ. ഇത് നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതും ഓർക്കും എന്നുള്ളതിനേക്കാൾ അപ്പുറം. കാരണം ജനങ്ങൾ വിധി എഴുതി ACC-ൻ്റെ അടുത്തും KPCC-ൻ്റെ അടുത്തും കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് 102 MLA-മാർ തന്നിരിക്കുന്നു, നിങ്ങളൊരു നല്ല മുഖ്യമന്ത്രിനെ കൊടുക്കുക എന്നുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ VD സതീശൻ മാത്രമോ അല്ലെങ്കിൽ KC വേണുഗോപാൽ മാത്രമോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മാത്രം നല്ല മുഖ്യമന്ത്രി എന്നൊന്നുമില്ലല്ല. കാരണം 102 MLA-മാരുള്ള പാർട്ടിയല്ലേ ഇത്. അവരെ നല്ല രീതിയിൽ നയിക്കാനുള്ള സംവിധാനം കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഇത്ര കൊടുത്തിട്ടുള്ളത്. അവർ നല്ല രീതിയിൽ ആരെ തിരഞ്ഞെടുത്താലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആരെയും കണക്ക് തെറ്റിയിട്ടില്ല, എല്ലാവരും കണക്ക് കൂട്ടിയിരിക്കുകയാണ്. അവർ വിധി സോണിയാഗാന്ധി നാളെയോ മറ്റന്നാളോ പറയും. അപ്പോൾ കാണാം. തെരുവിലേക്ക് പടരുകയാണ് മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള 3 നേതാക്കളുടെയും മത്സരം. കണക്കുകൂട്ടലുകൾ തെറ്റുമോ എന്നുള്ളതാണ്. മധു, കണക്കുകൾ തെറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. കണക്ക് കൂട്ടലാണ് തെറ്റുക എന്നതാണ് എൻ്റെ ഉത്തരം. അത് നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നതിൽ എനിക്ക് യാതൊരു സങ്കടവുമില്ല. വോട്ട് കുത്തിയവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത് ജനാധിപത്യത്തോടുള്ള ജനങ്ങളുടെ വിധിയോടുള്ള വെല്ലുവിളിയാണ്. ആ നിലയ്ക്ക് പോകരുത് എന്നതാണ് എൻ്റെ അവകാശവാദം. ഞാൻ 2 പേരെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് AD തോമസ്, ഒന്ന് VT സൂരജ്. 2 പേർക്കും 29-30 വയസ്സാണ് പ്രായം. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ കയറുന്ന 15 വർഷം മുമ്പ് ഒരുപക്ഷെ 10ാം ക്ലാസ്സിലോ മറ്റോ KSU കുപ്പായമിട്ട് ഇരുന്ന 2 കുട്ടികളായിരിക്കും സ്വാഭാവികമായും. എന്തോ 10ാം ക്ലാസ്സിൽ KSU ഇല്ല. UP സ്കൂളിലും ഹൈസ്കൂളിലും ഒക്കെ KSU അത് SFI ഇല്ല എന്നുള്ള ഇതിന് തുല്യമായിരിക്കും. രാഷ്ട്രീയമാണ് കേരളത്തിലെ ക്യാമ്പസുകളും സ്കൂളുകളും എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും പറയാം.
അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസ് വിമുക്ത കേരളം എന്നൊക്കെ സ്വപ്നം കാണുന്നവർക്കും അങ്ങനെ പറയാം. ഞാൻ അതിൽ കയറി കൊത്താൻ പാടില്ലായിരുന്നു. അതങ്ങനെ കൊത്താൻ പാകത്തിലുള്ളൊരു കമൻറ്റായി ഞാൻ കാണുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ AD തോമസിനെയും VT സൂരജിനെയും പോലെ പിന്നീടൊരു 10 വർഷക്കാലത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല, ഏറ്റവും ക്രിയേറ്റീവായ, ഏറ്റവും നല്ല കാഴ്ചപ്പാടുള്ളൊരു കാലം പിന്നിട്ട് വന്ന യുവാക്കൾക്ക് മുന്നിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കി കളയരുത് എന്നുള്ളതാണ്. ഇന്ന് തങ്ങളുടെ നേതാക്കൾക്ക് അനുകൂലമായി കൈപൊക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഈ പാർട്ടിക്കുണ്ടായത് കഴിഞ്ഞ 10 വർഷത്തെ സഹനങ്ങളിലൂടെ കൂടിയാണ്. അതിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്, അതിൽ കള്ളക്കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ ജയിൽവാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. ആ സമരത്തിൽ വലിയ മർദ്ദനമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്തവരെ റിമാൻഡ് ചെയ്തു. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നോട് പറഞ്ഞത്, ജയിലിൽ പോകുമ്പോൾ കൈലി വാങ്ങിക്കൊടുക്കണം. ഈ റിമാൻഡ് ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് മാറി ഉടുക്കാൻ കൈലി വാങ്ങിക്കൊടുക്കണം. പൈസ ഇല്ല. പാളയത്തും ഈ സ്റ്റാച്യൂവിലുമൊക്കെയുള്ള ചെറിയ ചെറിയ കടകളുണ്ടല്ലോ, അവിടെ പോയി വളരെ വ്യക്തിപരമായി പേഴ്സണലായി കടം പറഞ്ഞിട്ടാണ് അന്ന് കൈലി വാങ്ങിക്കൊടുക്കുന്നത് എന്നാണ്. ആ നിലയ്ക്കാണ് പോയ 5 വർഷക്കാലം ഈ സമരം നടന്നത്. ഇത് ഞാൻ വളരെ വ്യക്തിപരമായൊരു അനുഭവം പറഞ്ഞതാണ്. വേണമെങ്കിൽ പുച്ഛിക്കുകയും ആകാം. അപ്പോൾ അങ്ങനെയുള്ള സഹന സമരങ്ങളിൽ കൂടിയാണ് കഴിഞ്ഞ കുറേ കാലം യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കൾ കടന്നു വന്നത്. അതൊക്കെ ഓർത്തിട്ട് വേണം ഈ നേതൃതലത്തിലുള്ള കൂട്ടത്തല്ലുകൾ എന്നുകൂടിയാണ് പറയുന്നത്. അന്ന് ഈ പറയുന്നത് പോലെ ഈ പണം എത്തിക്കാൻ ഒരുപക്ഷെ ആളുകൾ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി പൈസ ആര് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമാണ് ഒരു ജനാധിപത്യത്തിൻ്റെ ഉത്തരം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രതിഷേധമോ ശക്തി പ്രകടനമോ നമ്മൾ കാണുന്നുണ്ട്. പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് VSന് അനുകൂലമായിട്ടാണ്. കേരളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന, ഏറ്റവും മുകളിലുള്ള ലെയർ എടുത്താൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം VS എന്ന് തന്നെയാണ്. സമാനമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു 10 കാലം നോക്കൂ, ജെൻസി രാഷ്ട്രീയത്തിനിടയിൽ ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ആകെ കാണുന്ന ഒന്ന് VD സതീശന് അനുകൂലമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ആളുകളെയും മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെയും ആയിരിക്കും. നാളെ പാർട്ടി നടപടി ഒരുപക്ഷെ ഉണ്ടായിരിക്കും. KPCC അത്തരത്തിലുള്ള ഈ അച്ചടക്ക രാഹിത്യത്തിനെതിരായ നടപടികൾ ഇനീഷ്യേറ്റ് ചെയ്തൊരു സമയത്ത് അങ്ങനെ പബ്ലിക്കായ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ആളുകൾ നടപടി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു VS ഫാക്ടർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ കോൺഗ്രസിൽ സാധ്യമായ തരത്തിൽ എന്നാണ് എൻ്റെ അതിൻ്റെ ഉത്തരം. ഇനി KC വേണുഗോപാൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് കൊണ്ടാണ് ഈ പുതുമുഖ നേതാക്കൾക്കൊക്കെ മത്സരിക്കാനും ജയിക്കാനും കഴിഞ്ഞത് എന്ന് പറയുകയാണ് എങ്കിൽ നോക്കൂ, നമ്മൾക്കൊരാളെ നോമിനേറ്റ് ചെയ്യാനും നിർത്താനും കഴിയുന്നിടത്താണ് സ്വാഭാവികമായും നമ്മുടെ ചേരിയിലേക്ക് നമുക്കവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇനി അവരായതുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിത്വ മഹിമ കൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ലിൻഡോ ജോസഫിനെ പോലെയുള്ള നോക്കൂ, നേമത്ത് V ശിവൻകുട്ടിയെ പോലെയുള്ള നമ്മൾ മേയർ ബ്രോ എന്ന് വിളിച്ച VKP പോലെയുള്ളവർ സ്ഥാനാർത്ഥിത്വ പ്രശ്നം കൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്? അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിധിയെഴുത്താണ്. സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ഇത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും UDFനും ഇടയിലുള്ള രാഷ്ട്രീയ വിധിയെഴുത്താണ്. അവിടെ KC വേണുഗോപാൽ കൊണ്ടുപോയി നിർത്തിയ സ്ഥാനാർത്ഥികളുടെ മഹിമ കൊണ്ടോ KC വേണുഗോപാൽ വെട്ടിക്കളഞ്ഞവരുടെ മോശം കൊണ്ടോ അല്ല ഈ വിധിയെഴുത്തുണ്ടായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും വലിയ മുന്നേറ്റം ഉണ്ടായത് എങ്കിൽ ഈ രാജ്യത്ത് നീളത്തിലും കുറുകെ നടന്ന വേറൊരു മനുഷ്യനുണ്ട്. രാഹുൽ ഗാന്ധി എന്നാണ് അയാളുടെ പേര്. അതിനെ പിടിച്ച് നിഴലിലേക്ക് നിർത്തരുത് എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് എന്നുകൂടി ഞാൻ പറയാൻ വിചാരിക്കുന്നു. കാരണം ഒരു ട്രൂ ഇന്ത്യൻ എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയ പോരാട്ടങ്ങളെ അപ്പാടെ തമസ്കരിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ വിജയഗാഥയും കൂടി KC വേണുഗോപാലിന് അനുകൂലമാകുന്ന സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ എനിക്കൊരു ചോദ്യം മുന്നോട്ട് വെക്കാനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ചെറിയ എഡ്ജ് കിട്ടിയാൽ അത് കൂടെ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയും കൊണ്ടായിരിക്കും. മനസ്സിലായില്ല എനിക്കത്. ഏതെങ്കിലും ഒരു എഡ്ജ് KC വേണുഗോപാലിന് കിട്ടുവാണെങ്കിൽ അതും കൂടെ വേണ്ട എന്ന് വിചാരിക്കുന്നു. ആര് വിചാരിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസിനുണ്ടായ ഒരു മുന്നേറ്റത്തെ വിജയം നമുക്ക് പറയാൻ പറ്റില്ല. മുന്നേറ്റത്തിന്റെ മുഴുവൻ നമ്മളൊരു മുഖത്തിലേക്കാണ്, ഒരാളിലേക്കാണ് അത് കേന്ദ്രീകരിക്കാൻ. അങ്ങനെ കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ കേന്ദ്രീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു സെന്റൻസ് പൂർത്തിയാക്കട്ടെ. അങ്ങനെ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി
വ്യക്തിപരമായും അതിൻ്റെ ഒരു സ്വാഭാവിക ചോയ്സ് രാഹുൽ ഗാന്ധി ആയിരിക്കേണ്ടേ എന്ന് ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ. ഇതൊക്കെ വളരെ വ്യക്തിപരമായ ചോയ്സാണ്. നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സമവാക്യങ്ങൾ, നിങ്ങളുടെ എന്താ പറയുക തിയറികൾ, ഇതൊക്കെ വരട്ടെ. അത് ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുകയും ചെയ്യുന്നു. ഇനി സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത്, സൈബർ അറ്റാക്കിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? അതിൽ ഈ നേതാക്കൾക്ക് ഒരു പങ്കുമില്ലേ? സൈബർ അറ്റാക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇതേ ഡെസ്കിലിരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഓരോ നേതാക്കളുടെയും ജീവചരിത്രങ്ങൾ ഇങ്ങനെ പ്രഘോഷണം ചെയ്യപ്പെട്ടൊരു കാലമുണ്ടല്ലോ, അവിടെയാണ് അതിൻ്റെ തുടക്കം. അതിന് താഴെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചു തുടങ്ങിയത്. അത് വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത് കമൻറ്റുകളിൽ നിന്ന് പോസ്റ്റുകളായി മാറുന്നുവെന്നും അതിപ്പോഴും കമൻറ്റുകളിൽ തുടരുന്നു എന്നുള്ളൂ. വളരെ കൗതുകകരമായ ഒരു കാര്യം, ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടു. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെയുള്ള നേതാക്കളെ എന്താ പറയുക അഭിനന്ദിക്കുന്നു. അതിനൊപ്പം അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറയുന്നു. രാഹുൽ ഗാന്ധിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചോ ഒന്നും ഒരു വാക്കുമില്ല. കുറേ VDS, കുറേ RC, കുറേ KC എന്നതിനപ്പുറത്ത് ശക്തി പ്രകടനത്തിനപ്പുറത്ത് ഒന്നും നടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ തീരുമാനിക്കുകയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെപ്പറ്റി ബോധ്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. കാരണം അദ്ദേഹത്തിനാണ് ഈ പറയുന്ന 45 MLA-മാരുടെ പിന്തുണ എന്നുള്ളതാണ് നമുക്ക് വളരെ സത്യസന്ധമായി കിട്ടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു വികാരം പ്രതിഫലിക്കുകയും അത് ഹൈക്കമാൻഡ് തിരിച്ചറിയുകയും VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ തിരഞ്ഞെടുക്കുകയും ആട്ടെ അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷെ നോക്കൂ, ഒരാൾ മുഖ്യമന്ത്രിയാകും എന്ന ആദ്യ സൂചനകൾ വെച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നേതാവ് അങ്ങാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ചേരിയിലാണ് എന്ന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധ്യതകളെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തത്. ഓക്കെ, കണക്കുകൾ തെറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ആരുടെയെങ്കിലുമൊക്കെ കണക്കുകൾ തെറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തെറ്റുന്നത് VD-യുടേതാണോ KC-യുടേതാണോ RC-യുടേതാണോ എന്നുള്ളത് നാളെ വൈകുന്നേരത്തോടു കൂടി ഏകദേശം അറിയാം. ശനിയാഴ്ചയോടുകൂടി കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്യും. ഞാൻ 2 കാര്യങ്ങൾ തുടക്കത്തിൽ പറയട്ടെ. നേരത്തെ സ്മൃതി പറഞ്ഞതിൽ ഒരു ചെറിയ വിയോജിപ്പുള്ളത്, ഇപ്പോൾ CPM എന്തുകൊണ്ടാണ് ഇതുവരെ ഈ കാര്യത്തിലൊരു അഭിപ്രായം പറയാത്തത്? നമുക്ക് കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയെ തീരുമാനിക്കാൻ വേണ്ടി ആ പാർട്ടിയിലെ ആളുകൾ തമ്മിൽ കടിപിടി കൂടുന്നിടത്ത് CPM-ന് എന്ത് റോള്? CPM ഈ അയ്യപ്പനും കോശിയും സിനിമയിൽ പറയുന്നത് പോലെ ഇതിൽ നമ്മളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. CPM മാത്രമല്ല, കേരളത്തിൽ UDF-ന് വേണ്ടി വോട്ട് ചെയ്തവരും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത് 1960 ശേഷം 63 സീറ്റുകളിൽ വിജയിപ്പിച്ചവരും ഇപ്പോൾ മാറി നിന്ന് അല്പം അമ്പരപ്പോടുകൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുക. ടെലിവിഷൻ ക്യാമറകളും നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് ഒരു വലിയ വാർത്താ വിഭവം കിട്ടിയ സന്തോഷത്തിൽ ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുക. LDF ആയിരുന്നു ഇപ്പോൾ അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ ഇങ്ങനൊരു വിഷ്വല് കേരളത്തിൽ കിട്ടുമായിരുന്നു, തിരിച്ച് കിട്ടുമായിരുന്നു. കോൺഗ്രസിനുള്ളിലുള്ള എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഇതേ തരത്തിലുള്ള നീക്കങ്ങൾ ആ ക്യാമ്പിൽ നടക്കുമായിരുന്നു. CPM-ൽ എന്ത് നടക്കുമായിരുന്നു? പാർട്ടി തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രി വരുന്നു, മന്ത്രിസഭാ തീരുമാനമുണ്ടാവുന്നു, കൃത്യം രീതിയിൽ സത്യപ്രതിജ്ഞയും നടക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നും പരാജയപ്പെട്ടു, പക്ഷേ 5-ാം ദിവസമാണ് പരാജയം സംബന്ധിച്ചുകൊണ്ടുള്ള അതങ്ങനെയാണല്ലോ. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണോ വേണ്ടത്? വളരെ അത് ആ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ആ പാർട്ടിയുടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നു, സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറിയും വിശദീകരിക്കുന്നു. വിശദീകരിച്ചതിലൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണത്. ആ പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തിൽ CPM-ന് എതിരെ അഭിപ്രായം പറയാൻ പറ്റൂല. അത് CLP തീരുമാനിക്കുന്നതാണ്. CPM-നെ സംബന്ധിച്ച് VD വന്നാലും KC വന്നാലും RC വന്നാലും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു കൺസെഷനും CPM-ന്റെ ഭാഗത്തുനിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പ്രചാരണ കാലത്ത് പക്ഷേ അങ്ങനെയല്ലായിരുന്നല്ലോ, ഒരു നേതാവിനെതിരെ മാത്രമായിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ലേ, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ് ആ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് മാത്രമല്ല നേതാവിനെ മാത്രം യാത്ര നടത്തിയത് VD സതീശനല്ലേ? അതുകൊണ്ട് സ്വാഭാവികമായും ആ യാത്രയിൽ യാത്രയാണോ പ്രശ്നം? ആ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ യാത്ര. അതുപോലെ സർക്കാർ സർക്കാരിനെ ബാക്കി ആരും കുറ്റം പറഞ്ഞിരുന്നില്ലേ? ആരാണ് ആ യാത്രയിൽ കുറ്റം മാത്രമേ എടുക്കുള്ളൂ? അങ്ങനെയാണല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രമേശ് ചെന്നിത്തലയായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ KC വേണുഗോപാലും സർക്കാരിനെതിരെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രതിപക്ഷ നേതാവല്ലേ KC വേണുഗോപാലാണോ? അപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെ മാത്രം പറയുന്ന ഒരു പ്രചാരണമാണ്. സർക്കാരിനെ കുറ്റം പറഞ്ഞു. അപ്പൊ തിരിച്ച് സർക്കാർ അതാ ഞാൻ ചോദിച്ചത്. സർക്കാരിനെതിരെ മറ്റു 2 നേതാക്കളും പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റിയിട്ടില്ല. നേതാവിനെതിരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഒരൊറ്റ നേതാവിനെ മാത്രമേ 2021 വരെ രമേശ് ചെന്നിത്തലയല്ലേ സർക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്? ആരും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാ. ഇനിയിപ്പോൾ തിരിച്ചു വന്നാലും അങ്ങനെ പിണറായി വിജയനെ ആയിരിക്കും ഈ സർക്കാർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. കാര്യം പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവെങ്കിൽ. അതങ്ങനെയാണ് സ്മൃതി. പക്ഷെ എനിക്ക് രണ്ടാമത്തെ വളരെ സ്വാഭാവികതയിൽ തോന്നും. എനിക്ക് അത്ര സ്വാഭാവികതയിൽ തോന്നിയിട്ടില്ല. അതിന്റെ കാരണം എനിക്ക് വളരെ വ്യക്തമാണെന്നേ. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവിനെ തീരുമാനിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റുക?
എങ്ങനെ പറയാൻ പറ്റും? അത് ആ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമല്ലേ? ഞാൻ പറയുന്ന ആ ആഭ്യന്തര വിഷയത്തിൽ പ്രതികരിക്കണമെന്നുള്ളതല്ല. ഇവിടെ രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ച് BJPക്ക് ഒഴിഞ്ഞുകൊടുത്തില്ലേ ഒരു നേതാവ് എന്ന് ആവർത്തിച്ച് പറഞ്ഞവർ അങ്ങനെ അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ആശയം സമയത്ത് പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾ ഭരിക്കുന്നില്ലെങ്കിൽ ഇന്നയാൾ വന്നാൽ മതി എന്നൊരു ആലോചനയുണ്ട്. ആ ആലോചനയാണ് സംശയകരം എന്ന് പറഞ്ഞത്. അന്ന് CPM ഈ വിമർശനം ഉന്നയിച്ചപ്പോൾ കോൺഗ്രസ്സുകാരും CPM-നോടൊപ്പം നിന്നില്ലല്ലോ. സൗകര്യമില്ല CPM-ന് ഈ CLP നടക്കുന്ന അടിപിടിയിൽ ഒരു പക്ഷം ചേരാൻ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്യു കുഴൽനാടൻ ഇന്ന് ലീഗ് പ്രവർത്തകരിൽ ചിലർ മാത്യു കുഴൽനാടനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് വസ്തുതാപരമായ കാര്യം. സ്മൃതി അതിനകത്ത് അത് കേട്ടോ എന്നെനിക്കറിയില്ല, കേട്ടിട്ടുണ്ടാവാനാണ് സാധ്യത. ആ ബൈറ്റ് സ്മൃതി വായിക്കുന്ന സമയത്തും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്ന സമയത്താണ് അത് ലൈവായിട്ട് പ്ലേ ചെയ്യുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ലീഗിനെ കുറിച്ച് അതിനകത്ത് മോശമായിട്ടൊരു കമന്റ് പറഞ്ഞിരിക്കുന്നത്? മാത്യു കുഴൽനാടൻ ഒരു വാക്കുകൊണ്ട് പോലും ലീഗ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. അത് ഞാൻ വെർബാറ്റം ഞാൻ വായിക്കാം. ഞാനത് കേട്ടതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ വാർത്ത വായിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നിയമസഭാ കക്ഷി നേതാവായി മുസ്ലിം ലീഗിലെ നിയമസഭാ കക്ഷി നേതാവായി ആര് വരണം എന്ന് കോൺഗ്രസ് പറയുമോ? ഇതാണ് ചോദ്യം. മുസ്ലിം ലീഗിലെ നിയമസഭാ കക്ഷി നേതാവായി ആര് വരണമെന്ന് കോൺഗ്രസ് പറയുമോ? തൊട്ടടുത്ത വാചകത്തിൽ പറയുന്നുണ്ട് കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി ആര് വരണം എന്ന് കോൺഗ്രസ് പറയുമോ? ഇതിനകത്തൊക്കെ ഒരു അഭിപ്രായം, ഒരു മര്യാദയുണ്ട്, ഫോളോ ചെയ്യേണ്ട ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, ഒരു ലക്ഷ്മണരേഖയുണ്ട്, ഒരു മുന്നണിയിലെ ഘടകകക്ഷികൾ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദയുണ്ട്. അതാത് പാർട്ടിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. ഇത്രയുമാണ് പറഞ്ഞത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആര് എന്ന് പറയാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്ക് തെരുവിലിറങ്ങി പറയാൻ പറ്റുന്നത് പോലെ തന്നെ മുന്നണിയിലെ രണ്ടാം കക്ഷിക്കും അഭിപ്രായം പറയാം. മുസ്ലിം ലീഗിലെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്ന് കോൺഗ്രസ് പറയുമോ എന്ന ആ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ അങ്ങ് പറയുന്ന ഈ ടോണിലല്ല അത് അല്ല. ടോണതല്ല അങ്ങേക്കത് വളരെ പറഞ്ഞപ്പോ എല്ലാരും കൂടെ ബാധിച്ചു. അല്ല, ഒരു നിമിഷം ഞാനൊരു കാര്യം പറയാം. മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഇവർക്കെല്ലാം അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. എപ്പോഴാണ് അവർ അഭിപ്രായം പറയുക? ഇത് കഴിഞ്ഞിട്ട് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തതിന് ശേഷം ഒരു മുന്നണി യോഗം കൂടും. ആ മുന്നണി യോഗത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ നിയമസഭാ കക്ഷി നേതാവിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയാനുള്ള അവകാശം ഇവർ പാർട്ടികൾക്കുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഉള്ളിൽ ചർച്ചകൾ നടക്കുകയാണ്. നിയമസഭാ കക്ഷി നേതാവായി ആര് വരണം അത് തീരുമാനിക്കാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് ആ പാർട്ടിക്ക് വേണം. അവിടെയാണ് ലീഗ് പറഞ്ഞല്ലോ അവസാനം അന്തിമമായി തീരുമാനിക്കുക ഹൈക്കമാൻഡ് ആണ്, പക്ഷേ ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് എന്ന് പറയുന്നു. നോക്കൂ, മുസ്ലിം ലീഗ് മാത്രമല്ലേ, കേരള കോൺഗ്രസിന്റെ കാര്യവും പറഞ്ഞു. അതെങ്ങനെയാണ് മുസ്ലിം ലീഗിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാര്യമായി വ്യാഖ്യാനിക്കപ്പെടുകയും മാത്യു കുഴൽനാടനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്തത്? ചെയ്യാൻ പാടില്ല. വസ്തുതാപരമായത് ശരിയല്ല. മാത്യു കുഴൽനാടനുമായി ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടോ ഏതെങ്കിലും പോലീസിന്റെ കാര്യത്തിൽ യോജിപ്പ് പല കാര്യങ്ങളിലുള്ള ആളല്ല ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞതിനകത്ത് വസ്തുതാപരമായി ഒരു തെറ്റുമില്ല. അതാണ് ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ പറയേണ്ടത്. ശരി, എന്റെ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് എന്റെ പാർട്ടിയാണ്. അതിന്മേൽ മറ്റൊരു ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു തരത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതിൽ അദ്ദേഹം പിന്തുണയ്ക്കുന്ന നേതാവിനൊപ്പമല്ല ലീഗ് എന്നുള്ളതാണ് അദ്ദേഹത്തെ കൂടി പ്രതികരണം നടത്തിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗ് നാളെ ഉപമുഖ്യമന്ത്രിയായിട്ട് ഒരു പദം കൊടുക്കുകയാണെങ്കിൽ അത് ആരെ തീരുമാനിക്കണം എന്നുള്ളത് കോൺഗ്രസ് ഡിക്റ്റേറ്റ് ചെയ്യരുത്. പകരം അത് മുസ്ലിം ലീഗിലെ MLA-മാർ തീരുമാനിക്കേണ്ട എക്സ്ക്ലൂസീവ് വിഷയമാണ്. അതാണ് ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ മര്യാദ. അതിനെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. മാധുന് എന്തോ പറയാനുണ്ട്. അല്ല, മാത്യു കുഴൽനാടൻ ഈ പറയുന്ന ചേരിപ്പോരിൽ ഒരു ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് VD സതീശൻ അനുകൂലമായ ഒരു നിലപാടാണ് ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന ഒരു ആരോപണമാണ് ഉള്ളത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വിമർശനം വളരെ സ്വാഭാവികമായോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് കടന്നതുകൊണ്ടോ മാത്രമാണെന്ന് വിചാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിനപ്പുറത്ത് സ്വന്തം ഗ്രൂപ്പിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി വന്നൊരു അഭിപ്രായത്തെ ചെറുക്കാനുള്ള വ്യഗ്രത അതിൽ പ്രകടമാവട്ടെ. പക്ഷേ ഇതിൽ രാഷ്ട്രീയ ശരി ആരുടെ ഭാഗത്താ? അത് ശരിയാണ്. ഒരു മിനിറ്റ്, അല്ല, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ രാഷ്ട്രീയ ശരി മാത്യു കുഴൽനാടന്റെ പക്ഷത്താണെന്ന വാദം മാധു അംഗീകരിച്ചു. താങ്ക് യു. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് മാത്യു കുഴൽനാടൻ പറയാൻ കഴിയും. അതുപോലെ തന്നെ അതിൽ പൂർണ്ണ നിഷ്കളങ്കത എന്നത് ആരോപിക്കണം. മാത്യു കുഴൽനാടൻ സ്വാഭാവികമായും കേസിക്ക് വേണ്ടിയിട്ടുള്ള പോൾ മാനേജറാണ്. പക്ഷെ മാത്യു കുഴൽനാടൻ പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വരി പോലും മാത്യു കുഴൽനാടൻ ഈ പറയുന്ന മുസ്ലിം ലീഗിനെ അധിക്ഷേപിച്ച് ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് ഇത്രയും സമയം എടുക്കുന്നത് ഞാൻ കരുതിയില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നത് മനസ്സിലാവുമല്ലോ. രാഷ്ട്രീയ ശരിയാണെന്നെങ്കിൽ പിന്നെ അതിനകത്തൊരു തർക്കം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ആമുഖമായി പറയേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം, നിലവിൽ RC വന്നാലോ KC വന്നാലോ VD വന്നാലോ നമ്മൾ ഈ ഇരിക്കുന്ന ആൾക്കാർക്കാർക്കും വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് എന്നതിൻ്റെ പുറത്തല്ലല്ലോ ഈ ചർച്ച.
പക്ഷേ ഒരു ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടി നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്? അതിങ്ങനെ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന അസ്വസ്ഥതകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം. വോട്ട് ചെയ്ത മനുഷ്യർ ആഗ്രഹിക്കുന്നത് എന്താ? എത്രയും പെട്ടെന്നൊരു സർക്കാർ വരിക, സർക്കാർ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രോമിസുകൾ പാലിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് ഒരു റൂൾ ബുക്ക് പാലിക്കണം എന്നുള്ളതാണ് എല്ലായിടങ്ങളിലും. ഇപ്പം നീതി ആരുടെ ഭാഗത്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി നമുക്ക് പറയാം, ഇവരിൽ ഈ MLA-മാരെല്ലാവരും കൂടി VD-യുടെ പേരാണ് പറഞ്ഞിരുന്നതെങ്കിൽ ചർച്ചയേ ഉണ്ടാവില്ല. ഈ MLA-മാരെല്ലാവരും കൂടി ഈ 50 MLA-മാർ വന്നിട്ട് VD സതീശനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഈ ചർച്ചയുണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. ഇപ്പോൾ വരുന്ന കണക്കുകൾ പ്രകാരം 48ഓളം MLA-മാർ KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. എന്താണ് റൂൾ ബുക്ക് എന്ന് പറയുന്നത്? ഒരു നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് കോൺഗ്രസ് പാർട്ടി എക്കാലത്തും പരിഗണന നൽകിയിരുന്നത് ഒപ്പോസിഷൻ ലീഡറെ തിരഞ്ഞെടുക്കുമ്പോഴല്ല, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഒരു CLP തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ കാലത്തും എവിടെയും കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു റൂൾ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് തെറ്റിയാൽ വലിയ കുഴപ്പങ്ങളുണ്ടാവും. എന്താ കുഴപ്പം? ഇപ്പോൾ MLA-മാരുടെ കാര്യത്തിൽ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരാളെ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നു എന്ന് കരുതുക, എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോവുക? ഈ ഗ്രൂപ്പ് വൈരത്തിനിടയിൽ അവിടെ വരുന്ന സബ്മിഷനുകളുടെ കാര്യത്തിൽ, അവിടെ വരുന്ന അവിശ്വാസ പ്രമേയത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെ മുന്നിൽ എക്സാമ്പിൾസ് ഇല്ല. ഇതല്ലാതെ വേറൊരാളെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്ത അതാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത്. ഓപ്പോസിഷനിലുള്ള തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ രണ്ടും രണ്ടാണ്. ഞാൻ പറയാം എന്താണെന്ന്. ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാം. രാജസ്ഥാനിലേക്ക് നോക്കൂ. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും മുഖ്യമന്ത്രിയാകാൻ പോകുന്നതും. അന്ന് 2019 പോകുന്ന സമയത്ത് അശോക് ഗെഹ്ലോട്ടിനോടൊപ്പം 102 MLA-മാരുണ്ടായിരുന്നു. സച്ചിൻ പൈലറ്റിനോടൊപ്പം അത്ര MLA-മാരില്ല. ഹൈക്കമാൻഡ് തീരുമാനിച്ചത് MLA-മാർ തീരുമാനിക്കട്ടെ. നമ്പർ ഓഫ് MLA കൂടുതൽ ആർക്കാ? അവിടെ അശോക് ഗെഹ്ലോട്ടിനാണ്. അശോക് ഗെഹ്ലോട്ടായി. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് കൂടെ പറയണം. ഇനി സച്ചിൻ പൈലറ്റ് ആണെങ്കിൽ സംഭവിക്കില്ലേ? ഇല്ല, സംഭവിക്കില്ല. അതായത് ജനത്തിൽ അല്ല, അതാണ് പറഞ്ഞത്, പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ അതിൽ ഊർജ്ജസ്വലരായി ആ പ്രസംഗം കേട്ട്, ആ പ്രതികരണം കേട്ട്, ആ പ്രതീക്ഷ വെച്ച് വോട്ടിട്ടവരെ പറ്റിക്കാൻ പറ്റില്ല. ആ സർക്കാരിൽ നോക്കൂ, ഈ പിണറായി സർക്കാർ പോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു പൊതുബോധത്തിലും ഞാൻ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ വിധി സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. അത് അവിടെ നിൽക്കട്ടെ. രാഷ്ട്രീയ സത്യമാണ്. എൻ്റെ അഭിപ്രായം അതാണ്. എൻ്റെ പൊളിറ്റിക്കൽ പൊസിഷനും അത് തന്നെയാണ്. അല്ലാതെ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. അശോക് ഗെഹ്ലോട്ടിൻ്റെ സർക്കാർ കഴിഞ്ഞ കേന്ദ്ര സർക്കാരുകളുടെ കാര്യത്തിൽ, സംസ്ഥാന സർക്കാരുകളിൽ രാജസ്ഥാൻ സർക്കാർ കണ്ട ഏറ്റവും മികച്ച സർക്കാരുകളിൽ ഒന്നായിരുന്നു അശോക് ഗെഹ്ലോട്ടിൻ്റെ സർക്കാർ. കേരളത്തിലടക്കമുള്ള പത്രങ്ങളിൽ വന്ന പരസ്യങ്ങളിൽ അവിടുത്തെ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ കണ്ടതാ. എന്നിട്ടും അശോക് ഗെഹ്ലോട്ട് സർക്കാർ പരാജയപ്പെട്ടു പോയതിന് ഉത്തരവാദിത്വം അശോക് ഗെഹ്ലോട്ടിന് മാത്രം ഉത്തരവാദിത്തപ്പെട്ടതല്ല. അത് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തത്, മധ്യപ്രദേശിൽ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിലുള്ള പോര്. അവിടെ ആർക്കായിരുന്നു ഭൂരിപക്ഷം? ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കയ്യിൽ ആകെയുള്ളത് 30 MLA-മാർ. കമൽനാഥിന്റെ കയ്യിൽ ഭൂരിപക്ഷം MLA-മാർ. മറികടക്കാൻ പറ്റുമോ? ജ്യോതിരാദിത്യ ഡിമാൻഡ് AICC-യുടെ പ്രസിഡന്റ് ആവണം എന്നുള്ളതായിരുന്നു. നോൺ ഗാന്ധി ഫാമിലിയിൽ നിന്നൊരാൾ വരണം. അതിലായിരുന്നു അയാൾ നടത്തിയ നീക്കം. കമൽനാഥിനെ അവിടെ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റം നടത്തിയ നീക്കമാണ് അയാളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇപ്പൊ എവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ? എവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ? BJP-യിലേക്ക് പോയ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കയ്യിൽ ഈ BJP-യിലേക്ക് പോയൊരു നേതാവ്, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാത്തത് കൊണ്ട് BJP-യിലേക്ക് ഒരു നേതാവ് പോയെങ്കിൽ അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ അയാൾ അന്നും പോകുമായിരുന്നു, എന്നും പോകുമായിരുന്നു, എക്കാലത്തും പോകുമായിരുന്നു. അതങ്ങയുടെ അഭിപ്രായം. അത് അങ്ങനെയാണ്. പോയതിന്റെ കാരണം അതാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾ ഒരു യുവ നേതാവ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോൾ ജനം വിചാരിക്കുന്നു ഈ നേതാവാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുന്നു. ആ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് ഫലം വരും. ഞങ്ങൾ ജ്യോതിരാദിത്യ സിന്ധ്യ BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണല്ലോ. ആ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ BJP-യിലേക്ക് പോകുന്ന ഒരാളെ കോൺഗ്രസിന് മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? അത് നേരത്തെ പറഞ്ഞു, ഞാൻ BJP-യിലേക്ക് പോകുന്നു. അത് ശരി, വണ്ടർഫുൾ. അങ്ങയുടെ യുക്തികൾ വളരെ വ്യത്യസ്തമായ യുക്തികളാണ്. അങ്ങേക്ക് പറയാം, എന്റെ യുക്തി അതല്ല. അങ്ങയുടെ സിമ്പിളായ യുക്തികൾ പലപ്പോഴും അവസാനം എങ്ങനെ അവസാനിപ്പിച്ചു എന്ന് അറിയുന്നത് അങ്ങയുടെ യുക്തികളാണല്ലോ നമ്മൾ ഇത്രയും കാലം കേട്ടത്. മാറാത്ത കോൺഗ്രസ് അല്ലേ? റൂൾ ബുക്കിൽ നിന്ന് മാറാത്ത റൂൾ ബുക്ക് കർണാടകയുടെ കാര്യത്തിൽ എങ്ങനെയാ? കർണാടകയിൽ ആർക്കൊപ്പമായിരുന്നു MLA-മാർ?
കർണാടകയിൽ പലയിടത്തും 80-ലധികം MLA-മാരെ കൊണ്ടാണ് സിദ്ധരാമയ്യ വരുന്നത്. അവിടെ DK ശിവകുമാറിന് അത്ര MLA-മാരില്ല. എഡ്ജ് ഉണ്ടായിരുന്നത് ആർക്കാ? സിദ്ധരാമയ്യക്കാ. സിദ്ധരാമയ്യ തീരുമാനിച്ചു. ആരായിരുന്നു കർണാടകയുടെ തെരഞ്ഞെടുപ്പിന്റെ മുഖം? DK ശിവകുമാർ ആയിരുന്നില്ലേ? ആ കേന്ദ്രത്തോട് BJP-യുടെ പടവെട്ടി റിസോർട്ടിൽ നിന്ന് ആ രാത്രിക്ക് രാമാനം വലിയ പോരാട്ടം നടത്തി വന്ന മനുഷ്യനല്ലേ DK ശിവകുമാർ. DK ശിവകുമാറിനെ എന്തുകൊണ്ട് അവിടെ മുഖ്യമന്ത്രിയാക്കിയില്ല? സിമ്പിൾ. അങ്ങ് പറയുന്ന എല്ലാ ഉദാഹരണങ്ങളും അതിന്റെ പിന്നാലെ വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അങ്ങേയറ്റം പരാജയമാണ്. ആ പരാജയത്തെ അങ്ങ് എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് അതെവിടെയെങ്കിലും സംഭവിക്കും. കമൽനാഥ് ഉള്ളത് കൊണ്ട് 5 വർഷം ഭരിച്ചു. ജ്യോതിരാദിത്യ സിന്ധ്യ അല്ലെങ്കിൽ 2.5 വർഷം കഴിഞ്ഞ് ആ മുഴുവൻ MLA-മാരെ കൊണ്ട് പോയനെ. ജ്യോതിരാദിത്യ പോയത് ഒറ്റയ്ക്കല്ല, പോയത് 22 MLA-മാരെ കൊണ്ടാ. ആ ജ്യോതിരാദിത്യയുടെ കയ്യിൽ, ആ കള്ളന്റെ കയ്യിലാണോ ഈ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നത്? ജ്യോതിരാദിത്യ സിന്ധ്യ പിന്നീട് കള്ളനായി എന്നുള്ള കാര്യം ഞാൻ നോക്കൂ. അല്ല, അങ്ങേക്ക് മുമ്പ് പല ചർച്ചകളിലുള്ളത് ഈ കമൽനാഥിനെ കുറിച്ച് അങ്ങ് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ അല്ലേ? കമൽനാഥുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് ഈ അഭിപ്രായമില്ലല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്. കമൽനാഥ് കണക്കാണ്, കണക്കാണ്. അതാണ് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ പ്രത്യേകത വെച്ച് നമുക്ക് കേരളത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, MLA-മാരുടെ പിന്തുണ എന്ന കാര്യം മാത്രം ഊന്നിക്കൊണ്ട് നടത്തിയിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളും അമ്പേ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളാണ്. സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിൽ BJP-യിലേക്ക് 22 MLA-മാരെ കൊണ്ടുപോയ ജ്യോതിരാദിത്യ സിന്ധ്യയെ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് പറയുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി BJP-ക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അങ്ങേക്ക് ഈ ലോജിക്കാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത്. ആ ലോജിക്ക് മനസ്സിലാവും. കഴിഞ്ഞ പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നടന്ന സമയത്ത് പറഞ്ഞപ്പോ കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ അംഗീകരിച്ചായിരുന്നു? അതുകൊണ്ടാണ് മിണ്ടാത്തത്. കാര്യമില്ല, കോൺഗ്രസ്സുകാർക്ക് പറ്റാത്ത കോൺഗ്രസ്സുകാർക്ക് അന്ന് അത് പവിത്രമായ സംവിധാനമായിരുന്നു. പവിത്രമായ സംവിധാനമായിരുന്നല്ലോ. ഞാൻ എന്റെ ആദ്യ പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഇടപെട്ടു. ഒരു നിമിഷം. അതാണ് ജനവിധി ശരിയല്ല. ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞതാണ്, നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ശരിയല്ലെന്നല്ല, രാഷ്ട്രീയ എന്നുള്ളത് രാഷ്ട്രീയ ശരിയാകണമെന്നില്ല. തെരഞ്ഞെടുപ്പ് പരാജയം ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ അത് ശരിയല്ല എന്നാണ്. തോറ്റു എന്ന് ബോധ്യപ്പെടുത്താനുള്ള സമരം നടത്തണം. തോറ്റു എന്നുള്ളത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്, അത് ശരിയാകണമെന്നില്ല എപ്പോഴും. അങ്ങനാണെങ്കിൽ ആസാമിൽ കോൺഗ്രസ് വിചാരിക്കുന്നത് മാത്രം നമ്മൾ സമ്മതിച്ചേർന്നുണ്ടോ മാധു? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ തുടർ പരാജയവും ശരിയല്ല. 3-ാം വട്ടവും കോൺഗ്രസിന്റെ തുടർ പരാജയം നിങ്ങൾ ജയിക്കുമ്പോൾ മാത്രം ശരി, മറ്റുള്ളവർക്ക് ജയിക്കുമ്പോൾ തെറ്റ്. കോൺഗ്രസ് തോറ്റതും ശരിയല്ല. ആ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരി, ഒരു പിഴവും വരുത്താത്തൊരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാണ് ജനത്തിന്റെ ശരിയും തെറ്റും അളക്കാൻ നിൽക്കുന്നത്ര മൗഢ്യം എന്താണ്? ഞാനെന്നെ പറഞ്ഞത് പോയിന്റ്. അപ്പോൾ റൂൾ ഓഫ് ലോയുടെ കാര്യത്തിൽ ഇതുവരെയും കീഴ്വഴക്കങ്ങൾ തെറ്റിയിട്ടില്ലെങ്കിൽ ആ ഭാഗത്ത് MLA-മാർ ഏറ്റവും കൂടുതൽ ആരുടെ പേര് നിർദ്ദേശിക്കുന്നു അവർ സ്വാഭാവികമായും മുഖ്യമന്ത്രിയാവണം. ആന്റണി തിരൂരങ്ങാടി ജയിച്ച കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ. എന്താ അല്ല, എപ്പോഴാ തിരൂരങ്ങാടിയിൽ ജയിക്കുന്നത്? 95-ൽ തിരൂരങ്ങാടിയിൽ അല്ലേ? തിരൂരങ്ങാടി ജയിക്കുന്നത് 95-ൽ. എന്താ സംഭവം? ISRO ചാരക്കേസ്. അന്ന് ആ ഗ്രൂപ്പിൽ പിന്തുണ ഉണ്ടായിരുന്നത് ആർക്കാണ്? A ഗ്രൂപ്പിന്റെ പിന്തുണ പൂർണ്ണമായിട്ടുണ്ടായിരുന്നത്. ചാണ്ടി അടക്കമുള്ളവര് ആരെ പിന്തുണച്ചത്? AK ആന്റണി. 95-ൽ അങ്ങനെയാണ് ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരിക ചെയ്തത്. MLA-മാരുടെ ഭൂരിപക്ഷത്തിലെടുത്ത തീരുമാനമല്ല, ജനവികാരം മാനിച്ചായിരുന്നു. എന്ന മണ്ഡലം ലീഗ് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അല്ല, വേറെ എല്ലാവരും ഒരുക്കി കൊടുത്തു. ഒരു കോൺഗ്രസ് എതിർ പറഞ്ഞില്ല. അവിടെ ആകെ പറഞ്ഞത് കല്ലാനം മാത്രം പിന്നിൽ നിന്ന് കുത്തി. അതാണ് കല്ലാനം പിന്നീട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ആ സമയത്ത് മാറാതിരിക്കാൻ കഴിയില്ലായിരുന്നു. കാര്യം പിന്നീട് വിധി വന്നതും തെളിയിച്ചതല്ലേ എന്താണെന്ന് സംഭവിച്ചെന്നുള്ളത്. മുഖ്യം ഈ കരുണാകരൻ രാജിവെച്ച സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു AK ആന്റണി അല്ലാതെ? ഇനി അടുത്തത് ഇതിപ്പോൾ റൂൾ ബുക്കിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ആ റൂൾ ബുക്കിനെ മറികടന്ന് കോൺഗ്രസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മൃതി ചോദിച്ചൊരു കാര്യം, ഒപ്പോസിഷന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ഓരോ തവണ ഒപ്പോസിഷൻ ലീഡറായി, ഒരു ടേമിൽ ഒപ്പോസിഷൻ ലീഡർ ആയതിനു ശേഷം അതിൽ പരാജയപ്പെട്ട് ഭരണം വീണ്ടും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയിലാണ് ഇയാളെ കൊണ്ടുവരുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരണപക്ഷത്തിരിക്കുന്നവരിൽ ഒപ്പോസിഷൻ ലീഡറായി പലതവണ മാറ്റിയിട്ടുണ്ട് ആൾക്കാരെ. പല ഘട്ടങ്ങളിൽ പരാജയപ്പെടുമ്പോൾ PCC അധ്യക്ഷന്മാർ രാജിവെച്ച് പോയിട്ടുണ്ട്. അതതിൻ്റെ ഉത്തരവാദിത്വം ധാർമ്മികമായി ഏറ്റെടുക്കുക എന്നുള്ളതാണ് മര്യാദ. അതുകൊണ്ട് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വിജയിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് CLP പദത്തിലേക്ക് വരുന്നതും പരാജയപ്പെട്ട് ഒപ്പോസിഷൻ ലീഡറായിട്ട് CLP പദത്തിൽ വരുന്നതും രണ്ടും രണ്ടാണ്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് വളരെ കൃത്യമായൊരു കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ KC അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു പോസ്റ്റൽ കണ്ട ഒരു വാചകമാണ്, അവനവന് വേണ്ടി പാർട്ടിയെ സ്നേഹിക്കുകയും അല്ലാത്തപ്പോൾ പാർട്ടിയെ തകർക്കാൻ നോക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇതൊക്കെ ചിരി വരുന്നു എന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 2016 അല്ലല്ല, അത് പറയാനുള്ള കാരണമുണ്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് അന്ന് ഇതേ റിപ്പോർട്ടർ ഇരുന്ന അന്ന് നികേഷിൻ്റെ ഇന്ത്യ വിഷനിൽ വന്നിരുന്ന അവസാനത്തെ ക്യാബിനറ്റ് റിപ്പോർട്ടിൽ വന്നിട്ട് പറഞ്ഞത് തീവിട്ടിക്കൊള്ള എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് എന്താണെന്നറിയാമോ? VD സതീശൻ. ആരുടെ സർക്കാരിൻ്റെ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റ് എടുത്ത തീരുമാനം തീവെട്ടിക്കൊള്ളയാണ് എന്നാണെന്ന് VD സതീശൻ പറഞ്ഞത്. അന്ന് സർക്കാരിനെ സംരക്ഷിക്കാനോ തുടർന്ന് അധികാരത്തിൽ വരുമെന്നോ പ്രതീക്ഷിച്ചാണോ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുക? ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടി ഈ റേസിലുണ്ടല്ലോ. ഓ കേൾക്കൂ, രണ്ടാമത്തെ കാര്യം അതേക്കുറിച്ച് എനിക്ക് പറയാനില്ലേ? അല്ല, ഉണ്ട്. അതാണ് എനിക്ക് പറയാൻ വരുന്നത്. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്ന് അന്ന് വീണ ജോർജ് എന്ന ഈ പിന്നീട് ഇന്ത്യ വിഷനിൽ നിന്ന് പോയ ഈ അന്ന് മാധ്യമപ്രവർത്തകയായ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകയോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. സോളാറിന്റെ വിഷയത്തിൽ KB ഗണേഷ് കുമാറിനെ കല്ലെറിയുമ്പോൾ ഈ പറയുന്ന വാചകങ്ങളൊക്കെ നമ്മുടെ ആർക്കൈവ്സിൽ ഇരിപ്പുണ്ട്. അതും കൂടി ഓർമ്മിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അങ്ങോട്ടേക്ക് കയറ്റിയതിലാണ് ധാർമ്മിക ഉത്തരവാദിത്വം, വേറെ ഒന്നും അല്ല പറഞ്ഞത്. ആയിക്കോട്ടെ, ഈ രണ്ട് വിഷയത്തിലും AICC അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ തുടരാൻ പറ്റില്ലെന്നാ പറഞ്ഞത് ആരാ? അവസാന സമയം ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത് ആരാ? അപ്പൊ സ്വന്തം ആവശ്യം വരുമ്പോൾ പാർട്ടിയുടെ അത് ധാർമ്മികതയിലൂന്നിയുള്ള നിലപാടല്ലേ? അതാണ് ധാർമ്മികത. ഒടുവിൽ എന്താ സംഭവിച്ചത്? ആ പാർട്ടിയിലെ മറ്റാരും തിരിയാതെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ലൈംഗിക ആരോപണത്തെ കുറിച്ചല്ല പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഉത്തരവാദിത്വം തീവിട്ടിക്കൊള്ള എന്ന് സർക്കാർ അടുത്ത ഇലക്ഷനെ നേരിടാൻ പോകുമ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആളാണോ? പാർട്ടിയുടെ ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണോ ഹൈക്കമാൻഡ് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത്? സഭയിലെ പ്രകടനത്തിനാണ് പ്രതിപക്ഷ നേതാവായി അപ്പോൾ ഈ പറയുന്ന സീനിയോറിറ്റി ഇല്ലാത്ത VD സതീശനെ 100%. സഭയിൽ ഇപ്പോൾ നിങ്ങൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന, ഭരണപക്ഷത്തെ വെള്ളം കുടിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ പ്രതിപക്ഷത്തേക്ക് വരുന്നു, പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. അയാൾ തന്നെ ഭരണപക്ഷത്ത് മുഖ്യമന്ത്രിയാകണമെന്ന് നിർബന്ധമില്ല. എപ്പോഴാണെന്നറിയോ? മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന MPമാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു MPക്ക് മത്സരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ 102 എന്ന അത്ഭുത കണക്ക് കിട്ടിയിട്ടും ഉണ്ടാകുന്നെങ്കിൽ പരിഹാസ്യമാകുന്നത് ഈ പാർട്ടിയായിരിക്കും. രൂപരേഖ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ആ മാറ്റം പ്രതീക്ഷിച്ച് വോട്ട് ചെയ്തവരെ വിഡ്ഢികളാക്കിയാൽ ആ വിഡ്ഢികളാക്കിയവർക്ക് ആർക്കായാലും മറുപടി നൽകേണ്ടി വരും. ആ വിഡ്ഢികളാക്കിയവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് മറുപടി നൽകേണ്ടി വരും. സൗകര്യപൂർവ്വം നമുക്ക് KC വേണമെങ്കിൽ ചെരുവാളി ഞാനിപ്പോ ചെളി പുതിയ ഇലക്ഷൻ വരാൻ പോകുന്നു. സമയത്താണ് ഉണ്ടായത് നമുക്കറിയാം. നോക്കൂ, ഇതിൽ ആത്യന്തികമായി ആരാ തീരുമാനം എടുക്കേണ്ടത്? MLA-മാരല്ലേ? ആ MLA-മാർക്ക് തീരുമാനം എടുത്തൂടെ? ഏതൊക്കെ ഗ്രൂപ്പുകളിലുള്ള MLA-മാരെ? A ഗ്രൂപ്പിലുള്ള MLA-മാര്, I ഗ്രൂപ്പിലുള്ള MLA-മാര്, ഇവരെല്ലാവരും ഒരുമിച്ച് പോയി KC മതി എന്ന് പറയുമ്പോൾ നിരീക്ഷകർ എന്ത് ചെയ്യണം? A ഗ്രൂപ്പും I ഗ്രൂപ്പും ഇപ്പോഴില്ലല്ലോ. അതാണ് ആ ഗ്രൂപ്പിനെ തന്നെ ഡിഫ്യൂസ് ചെയ്യിച്ചു. ഇപ്പൊ ആകെയുള്ള വേണ്ടതില്ല എന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവും സ്വന്തം പാർട്ടിയിലെ ഒരു ലളിതമായ ഉത്തരം. ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു തീർത്ത സമയം ഞാൻ മാധുവിന് സമയം തരാം. ഔട്ട്ഡേറ്റ് അത് മാധുവിന്റെ ഇഷ്ടം. ഔട്ട്ഡേറ്റഡ് ആണ് മുഴുവൻ തിരഞ്ഞെടുപ്പ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന കോൺഗ്രസിന്റെ എല്ലാ തിരഞ്ഞെടുപ്പുകളും എന്ന് ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസിന്. ഇലക്ഷൻ ഓറിയന്റഡ് ആവണം പൊളിറ്റിക്കൽ പാർട്ടി, അതേപോലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ജെൻസിയുടെ ഭാഷ മനസ്സിലാക്കണം എന്നാണ്. ആരെ ഉദ്ദേശിച്ച ഈ പറയുന്ന മുഴുവൻ? ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഹൈക്കമാൻഡിൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. മോദി ആദ്യം പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു ഭരണപരിചയവും ഇല്ല എന്ന് സാമ്യം ചെയ്യാൻ ഒരു മടിയുമില്ല. രാഹുൽ ഗാന്ധി മോദിക്കെതിരെ സംസാരിക്കുമ്പോൾ ആ മോദിയെക്കുറിച്ചാണ് എക്സാമ്പിളായിട്ട് കാണുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പരിചയം. എന്താ പറഞ്ഞിരിക്കുന്നത്? മോദിക്ക് ആദ്യം പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു പാർട്ടി ലീഡർ എന്ന നിലയിലും
ഉള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഒരു പ്രധാനമന്ത്രിയെ പറ്റി പറയുമ്പോഴേ അത് ആ BJP ആണെന്ന് പ്രധാനമന്ത്രി- പറയാൻ ഇതൊക്കെ എന്തൊരു അത് BJP അരുൺ സാറേ, ഒരു മിനിറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രധാനമന്ത്രിയെ അതായത് താൻ ഇപ്പൊ ഒരു പ്രധാനമന്ത്രിയല്ലേ ഒരു ഉള്ളൂ. കാര്യമില്ല. പാർലമെന്റിന്റെ സമയത്ത് പറയുന്ന സമയത്ത് മോദിയെ കുറിച്ച് പറയുന്നതിൽ ഒന്നും തോന്നുന്നില്ലെങ്കിൽ ആ നല്ല അല്ല, മനസ്സിന് നമോവാ. അല്ല ഒരു മിനിറ്റ്. വല്ലാത്ത അല്ല പ്രതികരണം. പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് രാജ്യസഭാ സീറ്റ് രാജിവെച്ചിരുന്ന KC വേണുഗോപാൽ ഒരു പ്രശ്നമില്ല. അതെ. അന്നേരം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂലോക കുറ്റാണ്. അന്നേരം അത് ഉണ്ടായിരുന്നവർക്ക് ഇപ്പൊ പറയാൻ പ്രശ്നമില്ല. സമയക്കട്ടെ. നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി പോരാട്ടം നടത്താൻ വേണ്ടി KC വേണുഗോപാൽ പാർലമെന്റിൽ വേണം പറഞ്ഞിട്ട് അതിനെ അന്ന് ന്യായീകരിക്കും. ഇന്ന് അതിനെ വന്നിട്ട് അതെന്താ അങ്ങനെ നടക്കുന്നത് എന്ന് ഇന്ന് ഇവിടെ വന്ന് ഈ കാര്യത്തിൽ ചോദിക്കും. അല്ലാതെ ആർക്കു വേണ്ടി ചോദിക്കുന്നു എന്നുള്ളത് അന്ന് വ്യക്തം. ചോദിച്ചതും ഇന്ന് അപ്പൊ ഇത് ചോദിച്ചതൊക്കെ മനസ്സിലാവും. ഒന്ന് റിവൈൻഡ് ചെയ്താൽ നല്ല കോമഡി അല്ല, എന്റെ പലതിനും പ്രിയപ്പെട്ട വേണ്ടി മധു, ആകും. എന്റെ പ്രിയപ്പെട്ട സ്മൃതി. ഇവര് വേണ്ടി അത്ര- 2016 അല്ല, ഈ സമയത്ത് ആന്റോ അഗസ്റ്റിൻ ഒറ്റ ചോദ്യം അവശേഷിക്കുന്നുള്ളൂ. കോൺഗ്രസ് പാർട്ടിയിലെ ഭൂരിപക്ഷം MLA-മാരും KCയെ പിന്തുണയ്ക്കുന്നു. എന്ന് അങ്ങെങ്ങനെ ചട്ടിക്കും? കാരണം അങ്ങ് പറയുന്നത് KCയുടെ പക്ഷത്തു നിന്ന് വന്നിരിക്കുന്ന കണക്കാണ്. അപ്പുറത്ത് വേറൊരു കണക്ക് പറയുന്നുണ്ട്. ആ, ഉണ്ടല്ലോ. ഇത് കണക്ക് ആ കണക്ക് ഇതിന് അങ്ങ് പറഞ്ഞേ കണ്ടില്ലല്ലോ. അയ്യോ, അങ്ങ് പറയുന്ന കണക്ക് മാത്രമേ അല്ല, ഉള്ളൂ. സ്മൃതി പറഞ്ഞ പോലെ. 49 അതെങ്ങനെ അറിയാമോ? അതെങ്ങനെ എനിക്ക് അറിയാമോ? ഒറ്റ പോയിന്റേ ഉള്ളൂ. അല്ല, കണക്ക് അല്ല, നിങ്ങൾ നമ്മളെ KCയുടെ കണക്ക് നിങ്ങൾ നമ്മൾ KCയുടെ ആളാക്കണ്ട. അവിടെ യാഥാർത്ഥ്യം പറയുമ്പോൾ KCയുടെ ആളാക്കണ്ട. യാഥാർത്ഥ്യം പറയുമ്പോൾ KCയുടെ ആളാക്കണ്ട. അത്രേ ഉള്ളൂ. KC പറയുമ്പോൾ യാഥാർത്ഥ്യം പറയുമ്പോൾ KCയുടെ ആളാക്കണ്ട. അല്ലല്ല, കോൺഗ്രസ് 63 MLA-മാരുണ്ട്. VD സതീശനാണ് ഈ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയെങ്കിൽ എന്റെ വാദം ഞാൻ ഇപ്പോഴേ ഇപ്പോൾ അവസാനിപ്പിച്ചു. 100% അല്ല ഇവിടെ ബ്രേക്ക് ചെയ്തല്ലോ. അതൊക്കെ ധാരണകളാണ്. ബ്രേക്ക് ചെയ്തു. അതൊക്കെ ധാരണകളാണ്. ബ്രേക്ക് ചെയ്തു. 48 MLA-മാർ. 5 മിനിറ്റ് മുന്നേ സ്മൃതിയോടെ പറഞ്ഞ 35 പേരെ ഉള്ളൂ ഇതിലൊക്കെ. അല്ല, എന്റെ ധാരണയുടെ പുറത്ത് ഞാൻ പറഞ്ഞതാണ്. ആ ധാരണ കേൾക്കൂ. ആ ധാരണ തെറ്റാണെങ്കിൽ അല്ല, ഞങ്ങൾ അവസാനിപ്പിച്ചു. കേസ് അല്ല. ഞങ്ങളായോ? ആരാണ്? എനിക്കൊരൊറ്റ പോയിന്റേ ഉള്ളൂ. ആരാണോ MLA-മാരുടെ പൂർണ്ണ പിന്തുണയുള്ളത് അത് കേരളത്തിൽ അയാൾ CLP ആവും, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണം. ഇതാണ് 63 അംഗങ്ങളുള്ള ആ പാർട്ടിയിലെ MLA-മാർ തീരുമാനിക്കട്ടെ. ശരി. ഇതാണ് എന്റെ അപ്പൊ മാറി പോയിന്റ്. നിന്നുള്ള പ്രതികരണമായിരുന്നു. അത് മനസ്സിലായില്ല. ഇതുവരെ മാറി നിന്നാണ് പറഞ്ഞത് മനസ്സിലായില്ല. 100% ഇതാണ് എന്റെ വാദം. ഞാൻ തുടങ്ങിയത് ഓക്കേ, അവസാന നിമിഷം അതാണ് മനസ്സിലായി. റൂൾ ഓക്കേ, ബുക്ക്. ഓക്കേ, റൂൾ ബുക്ക് തെറ്റിക്കരുത്. കോൺഗ്രസ് റൂൾ ബുക്ക് തെറ്റിക്കരുത്. ബുക്കാണിത്. കോൺഗ്രസിന് എപ്പോഴും ഒരു റൂൾ ബുക്ക് ഉണ്ട്. അത് തെറ്റിക്കാറില്ല. ശരി, നമസ്കാരം. നിങ്ങൾ പറയൂ, മറിച്ചൊരു ഭാഗം പറയൂ. ഏത് സംസ്ഥാനത്താണ് ഇങ്ങനെ റൂൾ ബുക്ക് തെറ്റിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിച്ചത്? അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് ശരിയല്ലേ സാറേ? ഈ പാർട്ടി ശരിയല്ലേ? ഈ പാർട്ടി ശരിയല്ലേ? ഇവ പറഞ്ഞു വരുമ്പോ ഇതിന്റെ ഈ പാർട്ടി ഇതിപ്പോ പറഞ്ഞു വന്നപ്പോ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വാദിക്കുന്ന പോലെയാണ്. റൂൾ ബുക്ക് തെറ്റിച്ച് വരുന്ന പ്രതിഭാസത്തെ കുറിച്ച് ബാക്കി രണ്ടുപേരും വാദിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. ആ ലോജിക്കേ പിടികിട്ടുന്നില്ല. മനസ്സിലാവില്ല. അല്ല, ഇത് ഒരു മിനിറ്റ് സാറേ, ഇത് നമ്മൾ മാത്രം കേസിന് വേണ്ടി വാദിക്കുന്നു. ഒരു മിനിറ്റ്, അതാണ് പറഞ്ഞു തന്നെ. കേസിന് വേണ്ടി അതാ പറയണേ. ഒരു മിനിറ്റ് അങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഇതിപ്പോ ഇവര് പറഞ്ഞിട്ട് ഇപ്പൊ ആക്കിയ എന്താ അറിയോ? നമ്മൾ വേണ്ടി ഇവിടെ കേസിക്ക് വേണ്ടി വാദിക്കുന്നു. അതെ. ഇവിടെ വേറെ ആർക്കും വേണ്ടി വാദിക്കുന്നില്ല എന്നുള്ള നിലയ്ക്ക് ആക്കണ്ട. വിചാരിക്കല്ലേ? ആ, അതാണ് പറയുന്നത്. ഒറ്റ കാര്യമുള്ളൂ. പൈസ കൊണ്ടുവന്ന KC, സ്ഥാനാർത്ഥികളെ നിർത്തിയത് KC, യുവാക്കളെ നിർത്തിയത് KC. ഇങ്ങനെ KC മറ്റേ വീരചരിതം മുഴുവൻ കേട്ടിട്ട് അല്ല വാദില്ല. മാധു, ഒരു മിനിറ്റ്. നിങ്ങൾ ഇനി കേസിനെ മുഖ്യമന്ത്രിയാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളല്ല, ആയിക്കോട്ടെ. കോൺഗ്രസ് ഇപ്പൊ KCനെ മുഖ്യമന്ത്രിയാക്കിയാലും VDനെ മുഖ്യമന്ത്രിയായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആക്കിയാലും നമുക്കൊന്നും ചെയ്തു തരാനും പോകുന്നില്ല, ഒരു സാധനം ചെയ്യാൻ പോകുന്നില്ല എന്നും നമുക്ക് ശക്തമായി പറയട്ടെ. തിരക്കൂട്ടിൽ തോക്കിൽ ഉള്ളി കയറി വെക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് അത് പറയട്ടെ മാധു. അപ്പൊ ഇതെല്ലാം കൂടി വന്നിട്ട് നിങ്ങൾ ഇവരെന്താ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് എന്തോ സംവിധാനം കിട്ടും വിചാരിക്കൊന്നും കണ്ട. നിങ്ങളുടെ അടുത്ത് 63 MLA-മാരുണ്ട്. ആ 63 MLA-മാരിൽ എത്ര പേർക്ക് നിങ്ങൾക്ക് അധികാരം പിന്നെ എന്താണ് സപ്പോർട്ട് കിട്ടുന്നോ, ഭൂരിപക്ഷം കിട്ടുന്നോ, അവർ മുഖ്യമന്ത്രിയാവും. ഇത്രേ പറയുന്നുള്ളൂ. അതിനേക്കാൾ അപ്പുറമില്ല. അതല്ലാന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അതായത് കോൺഗ്രസിന്റെ റൂൾ ബുക്ക് തെറ്റിക്കരുതേ എന്ന് രണ്ടുപേരും അഭിപ്രായപ്പെടുകയാണ്. ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. അത് കോൺഗ്രസിന്റെ രീതിയാണ്. അതിനപ്പുറത്ത് തെറ്റിക്കണം എന്ന് പറയുന്നവരുടെ താല്പര്യം എന്താണെന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. അത്രേ ഉള്ളൂ. അതാണ്. അപ്പോൾ കണക്ക് കൂട്ടലുകൾ തെറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടുപേരും യെസ്, രണ്ടുപേരും ചിലരുടെ കണക്കൂട്ടലൊക്കെ തെറ്റും. Meet the editors.